നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നാ പിന്നെ നമുക്ക് ആവണിമോളെ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്കൂളിൽ ചേർക്കാം. എന്താ ആവണിമോളെ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സത്യം പറഞ്ഞ എനിക്ക് സ്കൂളിൽ പോണോന്നേ ഇല്ല. കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നിൽക്കാനാ എനിക്കിഷ്ടം. വല്യമ്മയുടെ മോളിങ് വന്നേ. ഓ ഓ ഓ ഓ ഓ ഓ ഇപ്പൊ തനിക്ക് മനസ്സിലായോ ഞാനെന്ന് പറഞ്ഞതൊക്കെ സംഭവിക്കുകയാണെന്ന്? തന്റെ മകളാണ് ഇതിനകത്തെന്നറിയാതെ ഇതുപോലെയുള്ള ധാരാളം സമ്മാനങ്ങൾ ആ കുഞ്ഞിന് ഇനിയും കിട്ടും. അതുപോലെ തന്നെ ഈ വീട്ടിലുള്ളവരുടെ മുഴുവൻ സ്നേഹവും. എന്നാലും നമ്മൾ ഇതൊക്കെ എല്ലാവരോടും പറയേണ്ടി വരില്ലേ? അന്ന് നമ്മൾ എന്ത് ചെയ്യും? എന്നോ നടക്കാനിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇന്നേ ടെൻഷൻ ആവണോ ശിവരാമ? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആ പിന്നെ അവിടുത്തെ കുഞ്ഞിന് അവള് കൊടുക്കുന്ന സമ്മാനങ്ങളെല്ലാം താൻ വീട്ടിലേക്ക് പോകുന്ന വഴി വല്ല ആറ്റിലും തോട്ടിലും എറിഞ്ഞേക്കണം. ആ കുഞ്ഞിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചെറിയ വിലയൊക്കെയുള്ള വല്ല ഓലപ്പീപ്പിയോ പ്ലാസ്റ്റിക്കിന്റെ വല്ല കളിപ്പാട്ടോ ഒക്കെ ശിവരാമനും ഭാര്യയും തന്നെ അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇപ്പൊ ശിവരാമന്റെ മുഖത്ത് ഈ സന്ദർഭത്തിന് യാതൊരു വിധത്തിലും യോജിക്കാത്തൊരു ഭാവം കിടപ്പുണ്ടല്ലോ, ഒരു സെന്റിമെന്റ്സിന്റെ ഭാവം. അതിന്റെ ആവശ്യമില്ല. കാരണം നിന്റെ മോളിപ്പോ സുരക്ഷിതമായ കൈകളിലാണ് ഉള്ളത്. ഈ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സേതു, ഇടയ്ക്ക് ഇതുപോലെയൊക്കെ വരണം. വന്ന് മതിയാവോളം പേരക്കുട്ടിയെ കാണണം. അതിപ്പോ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ദാ ഈ ഗേറ്റ് കഴിയുമ്പോ അപ്പ തുടങ്ങും വിഷമം. അതുകൊണ്ടല്ലേ ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നത്. എങ്കിൽ പിന്നെ ഇവിടെ തന്നെ നിന്നൂടെ നിങ്ങക്ക്? അതിനിപ്പോ മറ്റസൗകര്യങ്ങളൊന്നും ഇല്ല. ആവണിമോളുടെ പഠിത്തം മുടങ്ങും, അതാ. എന്നാ പിന്നെ നമുക്ക് ആവണിമോളെ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്കൂളിൽ ചേർക്കാം. എന്താ ആവണിമോളെ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സത്യം പറഞ്ഞ എനിക്ക് സ്കൂളിൽ പോണോന്നേ ഇല്ല. കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നിൽക്കാനാ എനിക്കിഷ്ടം. പക്ഷെ സൊസൈറ്റി അതിന് സമ്മതിക്കില്ലല്ലോ. ഇനി ആ പേരും പറഞ്ഞ് നീ ഇവിടെ നിക്കണ്ട. അർച്ചന എന്റെ കുഞ്ഞിനെ നിലത്ത് വെച്ചാലല്ലേ നിനക്ക് കുഞ്ഞിന്റെ കാര്യം നോക്കാൻ പറ്റൂ. കണ്ടില്ലേ, എപ്പോഴും കുഞ്ഞ് ചേച്ചിയുടെ കയ്യില. ഞാൻ പ്രസവിച്ചെന്നേ ഉള്ളൂ, വല്യമ്മയുടെ കയ്യിലാ കുഞ്ഞെപ്പോഴും. അപ്പൊ ഇനി അച്ചു ആന്റിക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോ ആ കുഞ്ഞിന് ആതിര ആന്റിക്കും കൊടുക്കണ്ട. അത് തന്നെയാ ഞാനും മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്. എന്താ പിന്നെ നമുക്ക് ഇറങ്ങാം മാഷേ.
കൊടുക്കട്ടെ. ഉമ്മ. എന്റെ ഉമ്മ ഇഷ്ടായില്ലാന്ന് തോന്നുന്നു. ഇതെന്താ എപ്പോഴും ഒരു കരച്ചില്? ദേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പോവാൻ വേണ്ടി കരയല്ലേ നിൽക്കാ. വാവേ? മിക്കവാറും ഉറക്കം വന്നിട്ടുണ്ടാവും. അമ്മേ, ഞാൻ മോളെ ഒന്ന് ഉറക്കട്ടെ. അവിടെ എത്തിയിട്ട് വിളിക്കണേ. ആയിക്കോട്ടെ. ഓ ഓ ഓ ഓ ഓ ഇല്ലടാ. കണ്ടില്ലേ അമ്മേ, ഇതാണ് ഇവിടുത്തെ സ്ഥിതി. കുഞ്ഞ് കരയുന്നത് കേട്ടാ ഏട്ടത്തേക്ക് പിന്നെ ഒരു സമാധാനവും കാണില്ല. ഇനി എന്നാ സച്ചി അർച്ചനയും സന്ധ്യ ഡോക്ടറിനെ കാണാൻ പോകുന്നത്? നാളെ അപ്പോയിന്റ്മെന്റ്. ഞാൻ ഇവരോട് പറഞ്ഞു ഇനിയും വെച്ച് താമസിപ്പിക്കാതെ വേഗം ട്രീറ്റ്മെന്റ് തുടങ്ങാൻ. എല്ലാം ഉടനെ ശരിയാവും അച്ഛ. അച്ഛൻ നോക്കിക്കോ, താമസിയാതെ സച്ചിയേട്ടനും ഏട്ടത്തിക്കും ഒരു കുഞ്ഞ് ജനിക്കും. അല്ലേ ഏട്ടാ? ഇറങ്ങട്ടെ സേതു. ആ അവിടെ എത്തിയിട്ട് ഞാൻ വിളിക്കാം. ശരി. പോവാണ് അങ്കിളെ. പോയിട്ടോ. പോട്ടെ മോനെ. പോട്ടെടാ. അച്ഛാ. ടാറ്റാ. ശരി അച്ഛാ, വിളിക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.